ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഞങ്ങൾക്ക് ഇപ്പൊ എവിടെയും പോകത്തില്ല. കയ്യിൽ മറ്റേ എല്ലാവരും മറ്റേ എന്താ പറയാ സപ്ലിമെന്റ്, അതായത് മറ്റേ ഇതല്ലേ ഈ മറ്റേ പ്രോട്ടീൻ പൗഡർ ഒക്കെ കൊണ്ട് നടക്കുന്നത് ഇപ്പോഴല്ലോ. ഗൈസ് നോക്കി ഈ പാല് കൊണ്ട് നടക്കണം. ഞങ്ങൾ എവിടെയും പോയി ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കട്ടെ. ഇപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ ഇവനെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പണിത് ഇന്ന് കിട്ടി. അത് ഒരാഴ്ച കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് വണ്ടി കിട്ടി. അപ്പോൾ വണ്ടി അല്ലേ ഗൈസ് നോക്ക് വണ്ടി അല്ലേ ഗൈസ് നോക്ക് വണ്ടി പണിതുന്ന ഒരു ചേട്ടൻ വണ്ടി കൊണ്ടു തന്നു. ഇപ്പം ആ ചേട്ടനെ കൊണ്ടുവിടണം. പിന്നെ അതേപോലെ തന്നെ എന്നിട്ട് ഈ വണ്ടിയുടെ ഇനി കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ശരിയാക്കേണ്ട, അത് ശരിയാക്കണം. അങ്ങനെ പോവാം. ഇൻഷുറൻസ് എല്ലാം തീർന്നായിരുന്നു, അതൊക്കെ എടുത്തു കേട്ടോ. ഇപ്പം ഇൻഷുറൻസ് ഇപ്പോൾ എടുത്തു. ഇപ്പം പൊല്യൂഷൻ പോകുന്ന വഴിക്ക് എടുക്കണം. പോവാൻ ചേട്ടാ, പോവാം. എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ടോ? അല്ല, വെള്ളം എടുത്തിട്ടില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടെങ്കിൽ പാലും കുപ്പി, സ്നഗ്ഗി, തൊപ്പി, ബിസ്ക്കറ്റ് ഓക്കെ എല്ലാം ഉണ്ട്. ഇവിടെ വെച്ചേക്കാം നടുക്ക്. ബാലിവിനെ പോയെന്ന് തോന്നുന്നല്ലോ ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. എല്ലാ കാര്യവും ഓക്കെ ആയി. കലക്കി. വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കട്ടെ കേട്ടോ. കമാൺ മൈക്കിലെത്തി കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു 6-7 കിലോമീറ്റർ നമുക്ക് പോകണം അല്ലേ? എന്ത് കിട്ടും? വണ്ടി കിട്ടും. അതായത് വണ്ടി നന്നാക്കി ചേട്ടന്മാർക്ക് പൈസ കൊടുക്കേണ്ട കുറെ പരിപാടിയുണ്ട്. ഇതിലേ നമുക്ക് പോവായിരുന്നു, ഇതിലേം പോവാം. പക്ഷെ അവിടെ ഇപ്പൊ കലിങ്കോണി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലേ പോകത്തുള്ളൂ കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞുമൈക്കിളുണ്ട്. കുഞ്ഞുമൈക്കിള് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നി വണ്ടിയൊക്കെ കുഴപ്പമില്ല. അവനെ നമ്മുടെ ഒരു വണ്ടിയിനകത്ത് ഇവനെ AC ഇട്ടിട്ട് കയറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഈ ചൂട് അവന് താങ്ങാൻ പറ്റുന്നുണ്ട്. ഗൈസ് നോക്കും, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന വണ്ടി ഓടിക്കാൻ പ്രത്യേക ഫീലിംഗ്. ലോറി ഓടിക്കുന്ന പോലെയാ അല്ലെ? എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഓടിക്കുന്ന പോലെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അതിലേക്ക് ഇവൻ പുലിയല്ലേ, ഇവന് ചെറിയ സ്ഥലം പോരെ. അതായതുണ്ടല്ലോ എന്നാലും വണ്ടി ഫുൾ എലി കടിച്ച് നശിപ്പിച്ച് നാരണക്കല്ലാക്കി വെച്ചാക്കുമായിരുന്നു. ഒരു വിധത്തില് വണ്ടി ശരിയാക്കി. പക്ഷെ ഇത് ശരിയാക്കിയ പൈസ കേട്ടിട്ടുണ്ട് എല്ലാവരും ഞെട്ടും. 1700 രൂപ. 1700 രൂപയ്ക്ക് വണ്ടി പഠിച്ചിട്ടുണ്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടോ. അതായത് 2 വരി പാത, നല്ല ലൈൻ ഇട്ട് നല്ല കിട്ടില്ല. നമ്മള് വരുമ്പോ ലൈൻ ഇല്ലായിരുന്നു. നമ്മള് പോകുമ്പോ ലൈനിലായി. നമ്മൾ വന്നു കഴിയുമ്പോ ലൈനും കാര്യങ്ങളൊക്കെ റോഡ് സെറ്റപ്പ് ഭയങ്കര സെറ്റപ്പായി, നല്ല കിട്ടില്ലനായിട്ടോ അല്ലെ ലിബിനെ? അതെ ഇവനെ നമ്മൾ സാധാരണ അങ്ങാടിക്കട എത്തുന്ന പഴയ റോഡെന്ന് വെച്ചാൽ അത്ര ഇതില്ലായിരുന്നു. പക്ഷെ പുതിയ റോഡ് കിട്ടിക്കാഴ്ച റോഡാ. നീ നല്ല റോഡാടാ. നോക്കൂ, ഫൈനലി നമ്മൾ പൊല്യൂഷൻ എടുക്കേണ്ടി വന്നു. അതായത് ഞങ്ങളുടെ പൊല്യൂഷൻ തീർന്നായിരുന്നു കേട്ടോ. പൊല്യൂഷൻ കൂടെ കഴിഞ്ഞ പേപ്പർ മൊത്തമായി. അതായത് ഇൻഷുറൻസും തീർന്നായിരുന്നു, പൊല്യൂഷനും തീർന്നായിരുന്നു അല്ലേ? ഡീസൽ മാത്രമാണല്ലോ ഇത്ര പ്രശ്നമുള്ളൂ അല്ലേ? മൈക്കിളെ ഐസ് നോക്കൂ, ഫൈനലി ഞങ്ങളുടെ വണ്ടി പണിത് വർക്ക്ഷോപ്പിലെത്തി കേട്ടോ. അതായത് ഈ കാണുന്നത് വള്ളിത്തോട് നല്ലയിലെ കിളിയന്ത്രയിൽ നിന്ന് നേരെ ഇരട്ടിക്ക് വന്ന റൂട്ടാണ്. അതിൽ ഈ കാണുന്ന കേളമ്പീടിയിലാണ് ഈ വർക്ക്ഷോപ്പ് കേട്ടോ. ഇവിടെയാണ് ഇപ്പം നമ്മൾ വണ്ടി കാണിച്ചത്. ഗൈസ് നോക്കൂ, ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടാ. ഗൈസ് നോക്കൂ, അതിൻ്റെ ബില്ല് കൊടുക്കണം. എന്നിട്ട് വേണം കേട്ടോ ഇവിടുന്ന് പോകാൻ വേണ്ടി. ഇരട്ടിക്ക് വന്നു പോകണം. ആമസോണിൽ ഒരു സാധനം വരുന്നുണ്ട്, ഒരു പ്രൊജക്ടർ. അപ്പോൾ അതും മേടിക്കണം കേട്ടോ. അടുത്ത സാധനം പുതിയത് മേടിച്ചു അല്ലേ? അദ്ദേഹമാണ് ഞങ്ങളുടെ വണ്ടി പണിത മനുഷ്യൻ. പേര്? എന്റെ പേര് ജെയിംസ്. ഗൈസ് നോക്കൂ, ഉള്ളവരെല്ലാം ഇങ്ങോട്ട് ഒരു കാശ് കുറവാണ്. ഗൈസ് നോക്കൂ, ഞങ്ങൾ പോകാത്ത വർഷോപ്പുണ്ടോ? ഗൈസ് നോക്കൂ, അതായത് ഞാനിപ്പോൾ നേരെ ഇരട്ടി ചേട്ടാ പോക്കട്ടെ. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പോവാണ്, ഇരട്ടിക്ക് പോവാണ്. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് വീഡിയോ എഡിറ്റിങ്. പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസിന് ലൈറ്റ് ഇടാണ്ട്, ട്രീ ഫിറ്റ് ചെയ്യാണ്ട്, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. മൈക്കിൾ അങ്ങ് പോയോ? മൈക്കിളെ വരുന്നില്ലേ? മൈക്കിൾ വരുന്നില്ല? ഗൈസ് നോക്കൂ, മൈക്കിൾ അവിടെ കിടന്ന് ഭയങ്കര ഗുസ്തിയായിരുന്നു കേട്ടോ. ഇപ്പം മൈക്കിള് നീ വരുന്നില്ല? മൈക്കിള് വരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇനിയും പോയിട്ട് കുറേ പരിപാടിയുണ്ട്. കാരണം ക്രിസ്മസ് ആയിട്ട് ഇത്രയും ദിവസമായി എന്നിട്ട് ഞങ്ങൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല. ലൈറ്റ് ഇടണം, പിന്നെ ട്രീ പിടിപ്പിക്കണം. പിന്നെ പോകുന്ന വഴിക്ക് ലൈറ്റുകൾ കിട്ടുമെങ്കിൽ 2-3 ലൈറ്റുകൾ മേടിക്കണം കേട്ടോ. മൈക്കിൾ ഒന്ന് ഇടഞ്ഞായിരുന്നേ. ലിബിൻ അപ്പം തന്നെ മൈക്കിൾ പോവാ വാ, ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇതേ കാണിക്കുന്നു ഇത് എന്നൊക്കെ കാണിക്കുന്നത്. വാ പോവാ. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് ട്രീ ഇടണം, ലൈറ്റ് ഇടണം, അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. അപ്പം പോയിട്ട് വരാം. ആദ്യം ഇരട്ടിക്ക് പോവാ. ആദ്യം ഇരട്ടിക്ക് പോവാ. ഇരട്ടി എനിക്കറിയാം, MRFന്റെ ബേക്കിലാ. ഇരട്ടിയിലെത്തി.
വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല. അതിന്റെ 4 മണിയായിട്ട് ഇരുട്ടി ഇത്ര ഇതാ തിരക്കും കാര്യമില്ല ഇല്ലാത്ത. ഇന്ന് തിരക്കും കാര്യങ്ങളും വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ നേരത്തെ വിട്ട് പോയത്. അതെ 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 അതെ. ക്രിസ്മസ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ക്രിസ്മസ് സാധനം. നമുക്ക് ഇവിടെ നോക്കിയാലോ? നക്ഷത്രം, വെള്ള നക്ഷത്രം ഉണ്ട്. ഇവനെ പണ്ടൊക്കെ നക്ഷത്രമായിരുന്നു, ഇപ്പൊ എന്ന് വെച്ചാൽ LED നക്ഷത്രം കേട്ടോ ഏറ്റവും കൂടുതൽ. ഈ കടയിലുണ്ട്. എവിടെ? ഓ അവിടെ നന്നായിട്ടുണ്ടല്ലേ ആ കടയില്. ആ കടയിലുണ്ട്. ഈ കടയിലില്ല ഇവനെ. ആ കട ഇവിടെ കേട്ടോ പേപ്പറിന് ഇവിടെ മാത്രമേ ഉള്ളൂ. നമുക്ക് പേപ്പറിന്റെ ഒരെണ്ണം വാങ്ങണ്ടേ? ആ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഫൈനലി ഞങ്ങൾ ചമ്മി പോയി. ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ സാധനം വരും. അവർ ഞങ്ങളെ ചെറിയ സ്ഥലത്തൂടെ ചാടി കയറ്റുക. ഇല്ലേ പുള്ളിങ്ങാന്റെ സഹായം വേണ്ടി വരും. ഇതിനെ നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. പെട്ടെന്ന് നോക്കൂ, അതായതുണ്ടല്ലോ പെട്ടെന്ന് കിട്ടണമെന്നുള്ള ആക്രാന്തത്തിൽ വന്നാട്ടോ എല്ലാ കാര്യം ഉണ്ടായിരുന്നു. അത് വീട്ടിലെത്തി കാണും 1 മണിക്കൂറിൽ എത്തും. 1 മണിക്കൂറിനുള്ളിൽ ഇവരുടെ സിസ്റ്റം വെച്ച് തന്നെ കാണിച്ചു തരും കേട്ടോ. ഇവനെ 9 മണി വരെ ഇവർക്ക് ഇവിടെ ഇതുണ്ട്, ഡെലിവറി. നമുക്ക് ഡെലിവറി ഉണ്ട്. നോക്കി ഫൈനലി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ. നോക്കൂ, ഫൈനലി നമ്മുടെ പ്രൊജക്ടർ വന്നു. ആ പ്രൊജക്ടറിനുള്ള ആ മൗണ്ട് ആട്ടോ ഈ കാണുന്ന സാധനം. അതായത് ഈ കാണുന്ന മൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ ഇവനെ സെറ്റ് ആക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ മൗണ്ടിനേക്കാളും നമ്മുടെ കയ്യിലിരിക്കുന്ന മൗണ്ടല്ലേ നല്ലത്. ഇതല്ല മമ്മി, മറ്റേ ചെറിയ കത്തി എടുത്തിട്ട് വന്നേ. ഓ മൈ ഗോഡ്, മൈ മമ്മ. നോക്കൂ, അതേ സമയത്ത് ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. നോക്കൂ, ഈ സാധനത്തിന് ഏതാണ്ട് 700 സംതിങ് ആയിട്ട് ആമസോണിൽ ഞങ്ങൾ കുറച്ച് മേടിച്ചാൽ. ഇനി ഇതിനെ നേരെ ഇങ്ങോട്ട് വെച്ചേക്കാം. ഇതിന് മേലേക്ക് കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രൂവും സാധനങ്ങളൊക്കെയാണ്. നോക്കൂ, ഇത് ഞാൻ കുറേ റിവ്യൂവും കുറേ സംഭവങ്ങളും കണ്ട് മേടിച്ച ആ പ്രൊജക്ടറാണ്. നമ്മളിതുള്ള പ്രൊജക്ടർ ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ. അതിലും വലിയൊരു ദുരന്തം വേറൊന്നുമില്ല. അതിന് ഒന്നാമത്തെ കാര്യം ബ്രൈറ്റ്നസ് ഇല്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ പിക്ചർ കറക്റ്റല്ല. പിന്നെ അത് കുറേ ഒരു 10 മിനിറ്റ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് വേദന എടുക്കും. പിന്നെ അതേപോലെ തന്നെ അതിനെല്ലാ സ്ഥലത്തും ബ്ലറും അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിന്റെ അഭിപ്രായം എന്നാ? എന്റെ അഭിപ്രായത്തിൽ അത് നമ്മളെ പറ്റിച്ചാൽ നമ്മൾ പൈസ കൊടുത്തല്ലേ അവന് അല്ലേ? അല്ലേ നോക്കൂ, അതായത് ഞങ്ങളത് തിയേറ്ററിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കൊടുത്താണ്. പക്ഷെ ആ ആള് നമ്മളെ പറ്റിച്ചു. അങ്ങനെ ഞങ്ങളെ ഓഡിയോക്സിന്റെ സാധനം അതേപോലെ തന്നെ ഞങ്ങൾ അതും കൊണ്ട് ഓടി ഇപ്പൊ അല്ലേ? നോക്കൂ, അതായത് ഇതാണ് നമ്മുടെ പ്രൊജക്ടർ കേട്ടോ. ഈ പ്രൊജക്ടർ ബൊറോസോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്താക്കുന്നത്. ആമസോണിൽ ഞങ്ങൾ ആദ്യം വെബ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ 13,000 രൂപ വില വരുന്ന ഒരു സാധനം ഓർഡർ ചെയ്തു. എന്നിട്ട് അതിന് പൈസയും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. എൻ്റെ പൈസയും കാര്യങ്ങളും തിരിച്ചു വരിക ചെയ്തത്. ഗ്രേറ്റ് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ മേടിച്ചാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് നന്നായി തിരിച്ചു പോയത് അല്ല, അതും കൂടെ ട്രോഫി ആയിട്ട് ഇവിടെ എടുത്തു വെക്കേണ്ട വന്നത് അല്ലേ? അതിന് ശേഷം അത് കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ കാണുന്ന പ്രൊജക്ടർ ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞങ്ങളുടെ കൂട്ടുകാരൻ രാഹുൽ ആലപ്പുഴയുള്ള അവനാണ് ഞങ്ങളോട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നെ. ഈ കൊടുക്കുന്ന പൈസയ്ക്ക് അതായത് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലുള്ള 2023 മോഡല് ഈ കാണുന്ന ഇതിൽ തന്നെ എഴുതിയാക്കുന്ന ദൈവത്തിന് അറിയാം. പ്രൊജക്ടർ ബൊറോസോ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊജക്ടറാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഈ പ്രൊജക്ടർ വേറെ കാര്യമുണ്ട്, ഇതെല്ലാം ചൈനയുടെ സാധനമാണ്. പക്ഷെ ഈ നമ്മളിപ്പം കൊടുത്തില്ല 25,000 രൂപ കൊടുത്ത ഇതിന് 25,000 രൂപ കൊടുത്ത് മേടിച്ചതില് പറയല്ലോ 1 രൂപ കുറവാ. അതായത് ഇതിന് ആൻസി ലൂമിനസും അതുപോലെ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നസും ഇതിന്റെ സംവിധാനം ഒറിജിനൽ പൈസ 49,999 രൂപ അല്ലേ? ഈ പൈസക്ക് കിട്ടാൻ ഏറ്റവും നല്ല സാധനമാണ് 6D ഡിജിറ്റൽ കീ, അതുപോലെ ഓട്ടോ ഫോക്കസിങ് അതുപോലെ സംവിധാനങ്ങളുള്ള സാധനമാണ്. അതായത് ആരെങ്കിലും പ്രൊജക്ടർ മേടിക്കാൻ താല്പര്യമുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ഞാൻ ആരോടും പറയുന്നില്ല ഇത് മേടിക്കാൻ. കാരണം ഇത് മേടിച്ച് തെറി കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് അല്ലേ ഇതിനെ? ഗൈസ് ഏതാണ്ട് 24,000 രൂപ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മേടിച്ചാണ്. അതെ, ഇത് ഞങ്ങൾ സാധനം വേറെ കാര്യമുണ്ട്, ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് ഇതിന്റെ റിവ്യൂ അറിയാം അല്ലേ? ഗൈസ് നോക്കും, ഇത് മലയാളത്തിൽ 2-3 പേര് ഈ സാധനം മേടിച്ചിട്ട് ഇതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നല്ലതാണ് പറഞ്ഞത്. 1 വർഷമായിട്ട് ഇതിന്റെ കുഴപ്പവും കാര്യങ്ങളും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ സാധനം മേടിച്ചത്. കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പർ, ഒരു സ്കാനർ, ഇതന്നെ ഓരോ വാട്സപ്പ് നമ്പറും സംഭവങ്ങളും ബൊറോസോയുടെ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ കുത്തുന്ന കേബിളും അതുപോലുള്ള സാധനങ്ങളും ആണോ ഒക്കെ കുഴപ്പമില്ല, നല്ല പ്ലാസ്റ്റിക് തോന്നുന്നു. ഇനി ഇതിൻ്റെ റിമോട്ട് കാണിച്ചിട്ട് ഇത് പ്രൊജക്ടറാണ്. പ്രൊജക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പ്രൊജക്ടർ കൊള്ളുമല്ലോ. അമ്മ നമ്മുടെ തിയേറ്ററിൽ ഇരിക്കുന്ന സാധനം അത് ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇത് കണ്ടോ, അല്ല യൂണീക്ക് റിമോട്ട്. ബാറ്ററി ഇല്ല, അപ്പൻ്റെ ബാറ്ററി അടിച്ചു വേണ്ട കേട്ടോ. നോക്കൂ, അതായത്
അല്ല അവിടെ ബാറ്ററി ഇല്ല പറഞ്ഞു. എവിടെ പ്രൊജക്ടർ ഉണ്ട്. അതിലുണ്ട്. ആ ഗൈസ് നോക്കൂ, ഇവിടെ റിമോട്ട് കൊണ്ട് വേറും കളി കേട്ടോ. ഇതാണ് ഇതിന്റെ റിമോട്ട്. ഇനി സാധനത്തിലേക്ക് വരാൻ നേരത്തെ സാധനം കയ്യിലുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് ലിയ വന്നിട്ടുണ്ട്. ഇത് കാണണം. നാളെയാണ് ഇതിന്റെ ഡെലിവറി. അപ്രോക്സിമേറ്റ് നാളെയാണ് ഇത് കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ ഓടിച്ചു ഇല്ലാതെ ഇരുട്ടിയിലും അവിടെ ഇതെപ്പോഴാ വന്നേ? ആ ഗൈസ് നോക്കൂ, അതായത് ഞങ്ങള് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ ഇരുട്ടിയിലും അവിടെ എവിടെയൊക്കെ പോയി മേടിച്ചോണ്ട് വന്നതാണ്. ആ ഗൈസ്, ഇനി ഇതിന്റെ കൂട്ടത്തില് ഒരു AV കേബിൾ ഉണ്ട്. ഇതാണ് AV കേബിൾ. AV കേബിൾ ഉണ്ട്. നീ കൈ പിടിച്ചോ. ഇതിന്റെ ആവശ്യമില്ല. ഇത് നമുക്ക് പഴയത് കൊടുക്കത്തില്ലേ? ഇനി ഇതിന്റെ കവർ പൊട്ടിക്കുന്ന ഇത് വളരെ ശ്രദ്ധിക്കണോ. ഈ പ്രൊജക്ട് അത് അവന്റെ അടുത്ത് കൊടുത്താൽ മതി, സിമ്പിൾ ആയിട്ട് പൊട്ടിച്ച്. ഈ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 24,000 രൂപ. അതായത് അത്യാവശ്യം പൈസ. ഇതിന്റെ ഉണ്ടല്ലോ, ഇത് കണ്ടല്ലോ പിന്നെ ഈ കാണുന്ന സാധനം ടച്ച് സ്ക്രീനാണ്. ഇതെന്താണ് ടച്ച് സ്ക്രീന്? കേക്കണ. ഇതിനകത്ത് ഒരു മറ്റേ ഇത് ഒപ്റ്റിക്കൽ കേബിൾ എന്നാണ് അല്ലല്ല, അതതിന്റെ സ്റ്റിക്കറാ. ഇത് കണ്ടല്ലോ ലിവിനെ? ഇത് കണ്ടോ? ഇല്ല, ക്രെഡിറ്റ് കാർഡ് കൊടുത്തു, കടം മേടിച്ചു. ലിവിനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിന്റെ മറ്റേ നമ്മുടെ ഇന്റർനെറ്റിന്റെ കുത്തുന്ന സാധനം. 2 USB പോർട്ട്. ഒന്ന് നോക്കൂ, ഒന്ന് അടുത്ത് വരൂ. 2 USB പോർട്ട്, പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക്, ഒരു AV, 2 HDMI, ഒരു സ്പീക്കർ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കീ സ്റ്റോൺ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം റിമോട്ടിൽ തന്നെ. ഇത് കണ്ടോ? കീ ആയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ മറ്റേ നമ്മുടെ പഴയത് അഴിക്കാനായിട്ട് കാണിച്ചു കേട്ടോ. ഇതിന്റെ അകത്ത് ഇവിടെ ഒരു എന്നാ ഉള്ള ഇതെന്നാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഡസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ തൂക്കുന്ന സാധനം. ഇതിന്റെ വയറൊക്കെ ഇവിടെ കാണാട്ടാ. റെഡ് വയറും കാര്യങ്ങളൊക്കെ കാണാം. ഈ പൈസക്ക് പറ്റുന്ന ഏറ്റവും ബ്രൈറ്റ്നസ്സും ഏറ്റവും അല്ലേ. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ ക്യാപ്പ് ഈ കാണുന്നതാണ് ക്യാപ്പ്. പല കളറിൽ ഇതിന്റെ ഇവിടെ ഒരിതുണ്ട്, അതായത് ട്രൈപോഡ് കണക്ട് ചെയ്യുന്നതും പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ട്രൈപോഡ് പോകുന്ന സാധനം എല്ലാം സെറ്റ് ആക്കിയിട്ട് മേലോട്ട് പോകാം അല്ലേ? അവിടെ ചെല്ലുമ്പോൾ അരുപറി ആയിരിക്കും അല്ലേ? ഇത് കണ്ടോ, ഈ കാണുന്ന ഇത് ട്രൈപോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം കേട്ടോ. എന്താ വരാത്ത അങ്ങോട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് വന്നിട്ട് ഈ സാധനം കണ്ടോ, ഇത് ഊരി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് നമുക്ക് ആ ട്രൈപോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ഇവിടെയല്ല, ഇതിന്റെ അകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. പൊയ്ക്ക് അവിടുന്ന് അത് കുത്തി വെക്കുമ്പോഴല്ലേ. ഇതിപ്പോ അങ്ങനെയല്ല. ഇത് കണ്ടോ, ഇത് ഇവിടെ നേരെ അഴിച്ചെടുക്കുന്നു, ഇത് ഇങ്ങോട്ട് വെക്കുന്നു. ഇത് കണ്ടോ, ഇത് 4 ഇങ്ങോട്ട് അഴിച്ചു വെക്കുന്നു. കറക്റ്റ് കാണുന്ന ബലിഷ്കരീനില്ലേ? നോക്കൂ, ഈ 4 സാധനം കൊണ്ട് അഴിച്ചു മാറ്റിയിട്ട് ഈ കാണുന്ന ഇതിന് പ്രത്യേക ട്രൈപോഡ് വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാണുന്ന ട്രൈപോഡ് ഓർഡർ ചെയ്തത്. ഇത് കൊള്ളാലോ. ബാക്കി എല്ലാ സാധനങ്ങളും ഇതിന്റെ എവിടെയുണ്ട്, അതായത് ഇതില്ല കേട്ടോ. എന്നാ ഇതിന് മാത്രം ഞെട്ടിടാനില്ല. ഉണ്ട് സാധനം ഇല്ലെന്ന്. ഒണ്ടാവി ഇതല്ലേ ഇവിടെ ഞെട്ടിടാൻ സാധനം ഇല്ലെന്ന്. എടാ ഒണ്ടാവി ഇതല്ലേ അവിടെ അല്ലെന്ന്. അവിടെ ഉണ്ട്, കിട്ടും എല്ലാം കിട്ടും. ഇലക്ട്രിക്കൽ സാധനം എന്ന് വെച്ചാൽ ഇവിടെ സാധനം ഇല്ല ഇവന് ഇടാൻ. നിനക്ക് പറയുന്ന മനസ്സിലാകുന്നില്ല. എവിടെ ഇതല്ലേ ഓട്ടയില്ല. ഈ കാണുന്ന ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഇതുണ്ട്. എടി നീ അമ്മേനെ കൊച്ചിനെടുത്ത് പച്ച ഇത് ഫ്രണ്ട് ഇരിപ്പുണ്ട്. അല്ല, കൊച്ചിനെ അമ്മ എടുത്ത് കൊടുത്തിട്ട് വണ്ടിക്കകത്ത് പോയിട്ട് സ്ക്രൂ ഡ്രൈവർ സെറ്റ് മൊത്തം എടുത്തിട്ടോ പോയിട്ടോ എടി പോയിട്ട് വാബിരാമി. ഓക്കെ, ഇതുണ്ട്. ഇതിന്റെ അകത്തെ ഈ കാണുന്ന ട്രൈപോഡിന്റെ അകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടിയായിരുന്നു കേട്ടോ. സ്ക്രൂ ഡ്രൈവറും സാധനങ്ങളൊക്കെ ഫ്രണ്ടില് ഇല്ലില്ല, ഒന്നിലും തൊടിക്കില്ല. അല്ലമ്പോ അവിടെ തുടങ്ങി കേട്ടോ. ഇപ്പോഴേ AV കേബിളൊക്കെ ഇപ്പോഴേ മേടിച്ചെടുത്തു. ലിബിനെ ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് കിട്ടിയ ഈ സ്കൂട്ടർ സാധനങ്ങൾ 4 എണ്ണം കൊടുക്കുക. എത്ര ലിബിനെ? 4 എണ്ണം കൊടുക്കുക. അല്ലെങ്കിൽ അവർ തന്നിട്ടുണ്ടോ? ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിന്റെ അകത്തിട്ട് ഇത് തിരിക്കുക. ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പം പറയാം കേട്ടോ. ഇതിൻ്റെ അകത്തൊരു എല്ലെങ്കിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടോ? എല്ലെങ്കിൽ ഇല്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ എല്ലെങ്കിൽ. എവിടെ? ഇതിന്റെ അകത്ത്. അതെല്ലെങ്കിൽ എന്ത് അവിടെ ഉണ്ടോ? എല്ലാ ടൂളെല്ലാം ഉണ്ടല്ലേ? എല്ലാ സാധനങ്ങളൊക്കെ എല്ലാം കിട്ടി കേട്ടോ. ഇത് കണ്ടോ, ഈ 4 ഞെട്ടങ്ങനെ പിടിപ്പിക്കും. ഇതിന് മറ്റേപ്പാടം ട്രൈപോഡ് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഞാൻ വിചാരിച്ചു മേടിച്ചോണ്ട് വന്നിട്ട് പിന്നെ അത്രയും ഇലക്ട്രിക്കൽ സാധനങ്ങളൊന്നും ഇങ്ങനെ എനിക്ക്
കുറേ നേരം ഇരിക്കുന്ന അത്ര താല്പര്യമില്ലാത്ത കേസാട്ടോ. ഓ ആഹാ ഇന്ന് ഫിറ്റ് ചെയ്യട്ടോ കേട്ടോ. ഇതിൻ്റെ ഈ കാണുന്ന ക്ലിപ്പ് കണ്ടോ, ഒരെണ്ണം 2 വലുതും 2 ചെറുതുമാണ് ഈ കമ്പനി വന്നാക്കുന്നത്. എന്നാലേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ. എൻ്റെ അച്ഛന് തോടാമായിട്ടില്ല കേട്ടോ, അച്ഛനായിട്ടില്ല. ഗൈസ് നമ്മൾ ഓരോരോ അല്ലെങ്കിൽ വരെ ഇവർ തന്നല്ലേ ഇവന് സെറ്റ് ആക്കാൻ വേണ്ടി. സ്ക്രൂ ഡ്രൈവറും കൂടെ അവർക്ക് തരത്തില്ലായിരുന്നു, അത് നമ്മൾ വണ്ടിക്ക് ഉപയോഗിക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വെച്ച് നന്നായി ടൈറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മേളിൽ കാരണം പട്ടോന്ന് ഒരു ഒച്ച വെക്കുന്നു അതുകൊണ്ട് അല്ലേ. ആ സ്ക്രൂ ഡ്രൈവർ സെറ്റ് തന്നെ ബിരിയാമി. ഇനി ആ ഒരെണ്ണം എന്ത് പടയെന്ന് പറഞ്ഞ താഴെ ഇതല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ടൈറ്റ് ആക്കണേ. ഇവിടുത്തെ ഇത് ഞങ്ങൾ കമ്പനി തന്ന സാധനം പണി സാധനങ്ങൾ ഒഴിവാക്കിയല്ലേ ഇവനെ. നമുക്ക് നമ്മുടെ സാധനം തന്നെ കേട്ടോ നല്ല. ഇത് ടൈറ്റ് ചെയ്യണം, ടൈറ്റ് ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി, ഓവർ ടൈറ്റ് ആക്കേണ്ട കാര്യമില്ല. അതിനവനെ അതിന്റെ ആവശ്യമില്ല. ഇത് മേളിൽ പൊക്കുന്ന സാധനം കേട്ടോ, എന്നിട്ട് ടൈറ്റ് വേണം കേട്ടോ. 2 ഇത് പ്ലാസ്റ്റിക് ആവില്ല, ക്വാളിറ്റി ഇല്ലാതെ ഇത് റിമോട്ട് മാത്രം പോരെ. ഈ സാധനമൊക്കെ നമ്മുടെ അടുത്തുണ്ടോ? വേറെ ഉണ്ട് ആണോ? ഇതൊന്നും വേണ്ടല്ലോ. വേണ്ട അതൊന്നും വേണ്ട, എല്ലാവരും ഉണ്ട്. ആണോ? ഇത് മേടിച്ച് ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രം ക്ലിപ്പ് മേടിച്ചാൽ മൈക്രോവേവ് ഉണ്ട്, റോസപ്പ് കുറച്ചു. ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോവാണ്. നീ ഇതൊക്കെ പറിച്ചോ, നാളെ തീരുമാനമാണ്. നോക്കൂ, ഞങ്ങൾ രാത്രിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അല്ലാതെ ഡെലിവറി താമസിച്ചിട്ടല്ല. നാളെ കിട്ടുന്ന സാധനം ഞങ്ങൾ നിർബന്ധിച്ചെടുത്തേ. സെൻട്രൽ സ്പീക്കർ പഴയതാണ്, ഒരു കാര്യമില്ല. അവൻ JBL എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അന്ന് JBU ആട്ടോ. ഞങ്ങളൊക്കെ തുറന്നു നോക്കാൻ വേണ്ടി അടുത്ത് മറന്നുപോയി. ഇനി എന്ത് സാധനം ഇങ്ങനത്തെ സാധനം കിട്ടണം തുറന്നു നോക്കുക, അല്ലെ JBL JBU. നോക്കൂ, തിയേറ്ററിലെ ലൈറ്റ് മൊത്തം വിടാം. ഇനിയിപ്പോ എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടർ, ഈ തിയേറ്റർ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനം എടുത്ത് ഞങ്ങൾ തന്നെ ഈ തിയേറ്റർ പണിയാൻ വേണ്ടി പോവാ. നോക്കൂ, ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് പണിയാം അല്ലേ. ആണോ? ഇതാണ് നമ്മുടെ പഴയ പ്രൊജക്ടർ. ഇതിനകത്തൊരു പെൺഡ്രൈവ് ഉണ്ട്. ഈ കാണുന്ന HDMI കേബിളിന് 6000 രൂപ കൊടുത്ത് മേടിച്ചു. അവരിങ്ങനത്തെ HDMI കേബിളിന് നല്ല വിലയുണ്ട് ഇതിന്, നല്ല സാധനത്തിന് നല്ല വില. അതായത് ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിന്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ, ഇതിന്റെ പെർഫോമൻസ്. ഇവിടെ 2 സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് ഇതിന്റെ അതെ, ഇത് യമഹയുടെ, ഇത് MIയുടെ സ്റ്റിക്ക് ആട്ടോ. ഈ കാണുന്നത് ഈ MI സ്റ്റിക്ക് വഴി ആൻഡ്രോയിഡ് ആയിട്ട് AVR പ്രവർത്തിക്കുന്നു. AVR എന്ന് വെച്ചാൽ ഓഡിയോ വീഡിയോ റിസീവർ. ഇത് ഓൺലൈനിൽ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയ സ്പീക്കർ സിസ്റ്റം അടക്കി സബ് ഊഫർ അടക്കം മേടിക്കാൻ പറ്റിയ സാധനം ഇതാണ്. പക്ഷേ ഇതിന്റെ സബ് ഊഫറിന് പവർ കുറവായിരിക്കും. അതിന് വരെ നമ്മൾ JBLന്റെ ഒരു പെട്ടി സബ് ഊഫർ പണിച്ചിട്ട് ഇത്തേന്നും സബ് ഔട്ട് കൊടുക്കാൻ നല്ല ഇടി കിട്ടും. അതുകൂടാതെ നമുക്ക് ഇതിന്റെ സെപ്പറേറ്റ് ഒരു സബിന്റെ സാധനം വെച്ച് കൊടുക്കാൻ നല്ല എഫക്റ്റ് കിട്ടും. ഇത് കാണുന്നത് യമഹയുടെ സ്പീക്കറാണ്, അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ഞാനായി പിന്നെ പനീറിന്റെ പിന്നെ വേറെ ടഹോറോ അങ്ങനെ എന്താണെന്ന് പറഞ്ഞ കമ്പനിയുടെ വലിയ സാധനം വരുന്നുണ്ട്. അതായത് ഇത്രയും വലിയ ടവർ സ്പീക്കർ അല്ല, വലിയ സ്പീക്കർ. അതായത് ഈ പുറത്ത് ഇൻഡോർ ഇട്ട് അടിക്കുന്ന സാധനം നമ്മൾ ജപ്പാന്റെ ഇതും യമഹയുടെയാണ്. അപ്പൊ ഇത് മാറ്റി കൊടുക്കണം. ഇനി ഫ്രണ്ടിലേക്ക് വരാൻ കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട് ഈ കാണുന്ന സാധനം ഞാൻ ഓണാക്കട്ടെ. ഇത് ഓണാക്കി. ഇതിപ്പോ കറക്റ്റ് അല്ല കേട്ടോ, കാരണം ഞാനിത് ഇതിന്റെ സർക്കസിന് വേണ്ടി. ഇതിന്റെ പേര് നോക്കിയതിന് ബോസ്. ഇനി അടുത്ത അതിന്റെ ഇത് ഇവിടെ യമഹ. ഇത് യമഹയുടെ സെൻട്രൽ സ്പീക്കർ. ഇത് പഴയതിന്റെയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഇത് JBLന്റെ ഒരു സബ്, ഇതും ഒരു JBL സബ്, പിന്നെ 4 വീട്ടിൽ വേറെ താഴെ ഇരിപ്പുണ്ട്. അതൊക്കെ ഓരോന്ന് ഇതും അതിന്റെ ഒരു സ്പീക്കർ ആട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ആദ്യം ഹോം തിയേറ്റർ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യമഹയുടെ ഈ സാധനം മേടിക്കാം. എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ഡെനോണിന്റെ അകത്തുനിന്ന് വരുന്ന പോലെ ആൻഡ്രോയിഡ് സംഭവങ്ങൾ വരുന്നുള്ളൂ. അതിന് പകരം നിങ്ങൾ ഒരു MIയുടെ സ്റ്റിക്ക് മേടിക്കുക. ഞാൻ ഇന്ന് ചർച്ച ചെയ്തിട്ടോ. നമുക്കൊരു ചെറിയൊരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ആണ്, ഒരു 80,000 90,000 രൂപയ്ക്ക് നമുക്ക് സ്വന്തം സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഈ സാധനം പെർഫെക്റ്റ് ആണ്. ലൈറ്റ് ഓഫ് ആക്കി നീ അങ്ങനെ അങ്ങോട്ട് കാണിച്ചിരിക്കുന്നേ, എല്ലാം ഓഫ് ആക്കി. വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. ഇതിന് ബ്ലറ് തിരി അങ്ങനത്തെ കുറെ സമയം കുറെ നേരം ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റിയല്ല. കാരണം ഇതിന്റെ ഇതുണ്ടോ, ഈ എഡ്ജുകള് ഷാർപ്പുകള് ഇതൊക്കെ പിന്നെ ബ്ലറ് വരും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതാണ് പഴയ പ്രൊജക്ടറിന്റെ അവസ്ഥ. ഇനി നമുക്ക് പുതിയത് കയറ്റാം. പുതിയ നമ്മുടെ ബൊറോസോ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാവരും റിവ്യൂ ഒക്കെ കണ്ടാണ് ഈ സാധനം മേടിച്ചേ. നേരെ ഇത് പ്ലഗ് ഔട്ട് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, പിന്നെ അതിനെല്ലാം ഊരി ഇതിനിപ്പോ എല്ലെങ്കിൽ വേണം. അപ്പൊ ഞാനേ ആ എല്ലെങ്കിൽ വന്ന് എല്ലെങ്കിൽ ആ തിരിക്കുന്ന എല്ലെങ്കിൽ ആ എല്ല് പോലെ സാധനം എല്ലെങ്കിൽ വൈ ഇരുന്ന വൈയെങ്കിൽ എടി എല്ലെങ്കിൽ അടി എടി എല്ലെങ്കിൽ പോലെ ഇരിക്കുന്ന സാധനമില്ല. എല്ലെങ്കിൽ എടി അവിടെ ഒരു എല്ല് പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടോ? ആ പച്ചക്കടിയിലാണോ നോക്കിയേ.
അത് തന്നെ അതാണ്. അല്ലെങ്കിൽ ഗ്ലാസ് ഇപ്പുറത്തോടെ എടുത്തോ? ഗ്ലാസ് കിട്ടും ഗ്ലാസ് കൊടുക്കും. ചെറുക്കനെ ഈ സാധനങ്ങൾ ഓ ഇലക്ട്രിക്കൽ സാധനത്തോട് എന്തെന്ന് അറിയില്ലാത്ത ഇവന് ഈ നമ്മളിപ്പോ ഈ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് പോകും. ഇത് നമുക്ക് ബസ്സൊക്കെ കയറ്റിയാലോ? ഈ സ്ക്രൂ തന്നെ അതിന് ഉപയോഗിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ലോ, പുതിയ സ്ക്രൂ വന്നിട്ടുണ്ട്. ഇത് നീ എക്സ്ട്രാ നീ മേടിച്ചാണല്ലോ സബ്രോൺസിൽ ഈ ബോസിന്റെ അടുത്ത് ഫ്രീ കിട്ടിയതാണോ? ഈ സ്റ്റാൻഡ് നീ എക്സ്ട്രാ മേടിച്ചാ? പ്രൊജക്ടർ ചെയ്യുന്ന വലിയ മുമ്പിൽ സാധനമൊക്കെ നമ്മൾ പ്രൊഫഷണൽ സെറ്റപ്പിൽ മേടിക്കില്ല. 5.1 ഔട്ട് കിട്ടും, പക്ഷെ അതിനൊന്നും ഒറിജിനൽ ക്വാളിറ്റി കിട്ടില്ല. ഇതിന് അറ്റ്മോസ് അല്ല കേട്ടോ, ഡോൾബി അറ്റ്മോസും സംഭവങ്ങളും. വീട്ടിൽ നമ്മൾ ശരിക്കും പാട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്, നല്ല ക്വാളിറ്റി പാട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. വേറെ ലൈസറൊക്കെ ഉണ്ട്, ഞാൻ നമ്മളെ പാട്ടിട്ടെല്ലാം കാണിച്ചു തരാം. ഇതാണ് ബോസിന്റെ ബോസ്. യഥാർത്ഥ ബോസ് അല്ല ഇവനെ, ഇത് ചൈനന്ന് വന്ന ബോസാ. മുതലാളി മാറിപ്പോയത്. BOSS എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവനെ. മുതലാളി മാറിപ്പോയതാ. ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു സെൻസർ ഉണ്ട്. ഇതാണ് അതിന്റെ പ്രൊജക്ഷൻ വരുന്ന സാധനം. ഇതുണ്ടോ, ഇത് ഇതിന്റെ കീ അഡ്ജസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഇത് ഫിൽറ്റർ ആണെന്ന് തോന്നുന്നു, ഫിൽറ്റർ എടുത്ത് വേണ്ടേ. പിന്നെ ഇത് പവർ. ഇതിന് ഒരു HDMI, 2 USB അത്ര ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു AV, ഒരു ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഇവിടെ മെനു, അതുപോലെ സംഭവങ്ങൾ, പവർ വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. വലിയ കാര്യമില്ല, അതുകൊണ്ട് ഇത് മാറ്റുവാണ്. ഇത് നിങ്ങൾ ജന്മത്തിൽ എടുത്താക്കരുത്. കണ്ണ് വേൾഡ് കപ്പ് കണ്ടത് ഞങ്ങളുടെ കണ്ണ് പോയി കേട്ടോ. അല്ലല്ലോ പിന്നെ വേൾഡ് കപ്പ് ഒക്കെ നമ്മൾ സത്യം പറഞ്ഞാ മറ്റേ ക്രിസ്ത്യാനോ ഒക്കെ ഗോൾ അടിക്കാൻ നേരത്ത് നമ്മൾ 2 വട്ടം ഫോണിനകത്ത് കുഞ്ഞു നോക്കിയിട്ടാ കണ്ടേ അല്ലേ? ഇതിന്റെ തിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഇത് ഇതുമായിട്ട് മാച്ച് ആവുമോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എനിക്ക് സംശയം ഇല്ലായിരിക്കുണ്ട്. ഒരാളും കൂടെ പിടിക്കാൻ വേണം, നിനക്ക് അത് തന്നെ വെക്കാൻ പറ്റൂല. ഫൈനലി ഞങ്ങൾ ഇത് മൗണ്ട് ചെയ്തു. ഇതാണ് ഇതിന്റെ പവർ. അത് പഴയതിന്റെ ആയി കൊടുക്കാനില്ല. ഇത് പഴയതിന്റെ സാധനം ഇവനെ. ഇത് പഴയതിന്റെ സാധനം ഒന്നുമില്ല, എല്ലാം നമ്മൾ എക്സ്ട്രാ മേടിച്ച് വെച്ചാ. അങ്ങനെ പറയരുത്. ഇത് പഴയ HDMI ആണ്, വലിയ കാര്യമൊന്നുമില്ല. ആ HDMI അവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് പുതിയ ഇതിന്റെ കണക്ഷൻ വരുന്നത്. HDMI എവിടെ കുത്തുന്നത് നിനക്ക് അറിയാവോ? അപ്പുറം കുത്തിയോ? പിന്നെ പ്രൊജക്ഷൻ ഇതിൽ എത്ര ലൈറ്റ് ഉണ്ടായാലും ഇത് കിട്ടും കേട്ടോ പറഞ്ഞാൽ. എത്ര ലൈറ്റ് ഉണ്ടായാലും മനസ്സിലായല്ലോ. നല്ല റിവ്യൂ ഒക്കെയാണ് ഇതിന്റെ റിവ്യൂ കൊടുത്താക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ആണ് ഞാൻ കൊടുക്കുന്നു. എൻ്റെ ഇതിനിപ്പം എടുത്തു വെക്കുള്ളൂ കേട്ടോ. നമുക്ക് മാത്രം ശരിയായില്ലല്ലോ, ഓണായില്ലല്ലോ. നമുക്കെല്ലാം അങ്ങനെയാണ്. ദേ പുതിയ റിമോട്ടിലേക്ക് ബാറ്ററി ഇടുന്നു. ആഹാ എന്താ മോനെ സാധനം. എൻ്റെ പെർഫോമൻസ് ഞങ്ങൾ കാണിച്ചു കേട്ടോ. ഞങ്ങളുടെ സ്വന്തം പാട്ടുണ്ടല്ലോ കേൾപ്പിക്കാൻ. സത്യം 2 പാട്ടുണ്ട്. ഓണാകുന്നില്ല എവിടെ? ആ താഴെ ഒന്നുമില്ലല്ലോ. ബൊറോസ അവിടെ എത്തി. ക്ഷീണ മണ്ടന്മാരല്ലേ ബൊറോസ എത്തി. എങ്ങനെയാ ഇത് ഓട്ടോ ഫോക്കസ് ആന്ന് പറഞ്ഞിട്ട് ഇത് ഓട്ടോ ഫോക്കസ് ആന്ന് പറഞ്ഞിട്ട് ഇത് താനിരുന്ന് കുലുങ്ങുവാണല്ലോ ഇവന്. തന്നെ ഇരുന്ന് കുലുങ്ങുവാണല്ലോ. എങ്ങനെയാ അത്? ആണോ? ഇതിന് ഇങ്ങനെ കാണിക്കുന്നത്? ചെരുവുണ്ട് ഇത് വെച്ചതിന്? അങ്ങനെയുണ്ടോ? അപ്പൊ ഈ ഓട്ടോ ഫോക്കസിന്റെ അർത്ഥം എന്നാ? ഇത് തലതിരിഞ്ഞാണ് ഇതിരിക്കുന്നേ. ജിയോ ഒക്കെ കണ്ടില്ലേ? ഇത് വെച്ചത് തെറ്റിപ്പോയനെ. മറ്റേ ഭാഗം മേളിലായിരുന്നു പറഞ്ഞത്. അങ്ങനെയുണ്ടോ? ഒന്നുമില്ല, ഫ്രണ്ടിലാ പറഞ്ഞേ. ഓട്ടോ ഫോക്കസ് ഇട്ട് സിനിമ ഇപ്പം തുടങ്ങും കേട്ടോ. ഇപ്പം തുടങ്ങും. വന്നു എവനെ. ഇത് നമുക്ക് മവത്തം പറ്റിയാന്ന്. ഇത് തിരിച്ചാ ഇവനെ പ്രൊജക്ട് തിരിഞ്ഞു പോയെന്ന്. ഇത് നോക്ക്. BOSS തിരിച്ചു വെക്കാനാ? പക്ഷെ വലിയ ക്വാളിറ്റി ഇല്ലല്ലോ. നീ പറഞ്ഞ ക്വാളിറ്റി ഇല്ലല്ലോ. എവിടെ ഗംഭീരം? ഇല്ല. ആ സെറ്റിങ്സ് അതാ അങ്ങേറ്റോ. അതാ സെറ്റിങ്സ്. അതാ വൈഫൈ കിട്ടിയാ? എന്നിട്ടോ? ആണോ?
ഇതാണ് സാധനം. തിരികെ ഇതിന്റെ എവിടെ പോയി തിരിക്കുന്ന ഇതെന്നാ അതെന്നാ കുറഞ്ഞ പൂമ. ആ മോനെ നീ എന്നാ പറഞ്ഞ പോലെ ആ കറക്റ്റല്ലേ? കറക്റ്റായി. ഇതെന്നാ എല്ലാ സെറ്റിങ്സ് നോക്കുക. അല്ലേ ഇതിന് ക്വാളിറ്റി ഇല്ലല്ലോ. ക്ലിയർ ഉണ്ടോ? നമ്മൾ ഓട്ടോയിലല്ലേ ഇട്ടെ? റിമോട്ട് കറക്റ്റ് അല്ല കേട്ടോ. ആണോ? ഇത് എവിടെയാ ഞെക്കണ്ടേ? എവനെ ഇതിന്റെ മേള് നമ്മൾ തലരിച്ച ഇത് വെച്ചേ ഇപ്പൊ കറക്റ്റല്ലേ? അല്ലെന്നാ ഇത് മണ്ട മേളിലായിരുന്നു വരട്ടെ. അതാണ് റിമോട്ട് പിടിക്കുന്നത്. അതിനാ ആണോ? ആ ഫ്രണ്ട് മനസ്സിലായോ സാറേ? അങ്ങനെ സെറ്റാക്കുന്നേ? ക്ലിയർ ആയില്ലല്ലോ. ചെരിവ് ശരിയായില്ല. 12 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി. ഓ ഇതാണ് ഓട്ടോ ഫോക്കസിൻ്റെ. ഇങ്ങനെയാ ഒരു പ്രതലത്തിൽ വെച്ച് ഇവനെ ശരിയായില്ല. ശരിയായില്ല. ഇത് കയ്യിലുള്ളായിരുന്നു ടച്ചുകളുടെ ക്വാളിറ്റി. ഇത് വെറുതെ ശരിയാകുന്നില്ല. ഇവനെ ഫോക്കസ് 1, 2 ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ. ഒന്നും കൂടെ ഫോക്കസ് ആട്ടെ. ഒന്നും കൂടെ കാണുന്നില്ല. ആ ഇപ്പം ക്ലിയറായി ആകുന്നുണ്ട്. ക്ലിയറായി വരുന്നുണ്ട്. കറക്റ്റായി. ക്വാളിറ്റി ഉണ്ട് കേട്ടാ. ഇപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു. ഇപ്പം ക്വാളിറ്റി ആയി. അങ്ങനെയുണ്ട്. നമ്മുടെ തന്നെ പാട്ട് വെക്കും. എല്ലാം കോപ്പിറൈറ്റ് അടിക്കും. നമ്മുടെ തന്നെ പാട്ടടിക്കും. ഇവര് നമുക്ക് തിയേറ്റർ വലുതാക്കാൻ പറ്റൂല. സ്ക്രീനോട് അടുപ്പിച്ച് അങ്ങനെയൊന്നും പറ്റൂല. സ്ക്രീന് നമുക്ക് സെറ്റാക്കാൻ പറ്റൂല. സൈസ് ഇതാണ് സൈസ്. അത് നമ്മൾ ആക്കണം. 12-13. അത് ഇപ്പുറം കൂട്ട്. അത് തന്നെ. വലിപ്പം കൂട്ട്. വലിപ്പം കൂട്ട്. -4. വലിപ്പം കൂട്ടിക്കൊണ്ട് വാ. ഇവിടെ എത്ര കാണിക്കുന്ന അവിടെ ഇഞ്ചും സ്കെയിൽ എടുക്കുന്നത്. ഇവനെ സ്കെയിലെടുത്തോ. എന്നാലും നമുക്ക് പഠിക്കാം. അങ്ങനെ വലുതാക്കി ഫോക്കസ് കറക്റ്റാണോ? അതെ തിരിച്ച നമ്മൾ വെച്ച് ഫോക്കസ് കറക്റ്റായോ? നോക്കിയാ ഫോക്കസ് കറക്റ്റായെന്ന് നോക്കി. ആയോ? സ്ക്രീൻ ഇപ്പം ഇത്ര വലിപ്പം കിട്ടത്തുള്ളൂ. പക്ഷേ ഇച്ചിരി ബാക്കോട്ട് ഇച്ചിരി വലിയ കിട്ടുമല്ലോ. ഫൈനലി ഈ ബുൾജറ്റ് എടുത്തു. നേരെ ഈ ബുൾജറ്റിന്റെ പാർട്ട് എടുത്തു. ഫൈനലി ഈ ബുൾജറ്റ് എടുത്തു. ഈ ബുൾജറ്റ് സോങ് എടുത്തു. സോങ് ഇഷ്ടം പോലെ. ഓ മൈ ഗോഡ്. നമ്മുടെ പാട്ട് കിട്ടി കേട്ടാ. ഒക്കവന് ക്വാളിറ്റി ഉണ്ട്. അമ്പോ ആഹാ. ഇതിപ്പോ ഞങ്ങൾ ഇതായതുകൊണ്ടാ. ഇനി മിനിമം ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അത് ഞങ്ങളായതുകൊണ്ട് ഈ സിസ്റ്റത്തിൽ നിന്നാണ് ഔട്ട് പോകുന്നുണ്ടോ. അതായത് ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ ഇടണം. ഇത് കണ്ടോ, ഈ കാണുന്ന ഡോൾബി, ഇതിന്റെ അകത്ത് ഡോൾബി ആട്ടോ പോകുന്നത്. ഇതിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ നല്ല പാട്ടുകളാണ്, നല്ല സൗണ്ട്. 4 സബ് ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത് സബുകളെ ഊരി മാറ്റിയതാണ്. ഇനിയിപ്പോ എല്ലാം റീഫിറ്റ് ചെയ്യണം കേട്ടോ. കുറെ പണിയുണ്ട്. മറ്റേ സാധനം മറ്റേ വെക്കാനെ. ആരെങ്കിലും ഇതിന്റെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂലിക്കെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. ഞങ്ങൾ ഈ റൂം പണിയാൻ വേണ്ടിയിരിക്കുകയാണ്. അതായത് നമ്മൾ സാധനം നമ്മൾ എടുക്കും. ഇനി ഞങ്ങൾ ഇതൊന്ന് കണ്ട ഇതിനകത്ത് ലീവ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ.